everyone, welcome back to my channel. കഴിഞ്ഞ ദിവസം നമ്മുടെ ഷെഫില്ല പുതിയൊരു വീഡിയോ ഇട്ടിരുന്നു. നല്ല നാടൻ ചിക്കൻ കറിയുടെ ഒരു വീഡിയോ. ചിക്കനും കപ്പയും ചോറൊക്കെ ആയിട്ട് അയ്യോ അത് കണ്ടിട്ട് തന്നെ നമുക്കിങ്ങനെ വയലിങ്ങനെ കൊതി വരികയായിരുന്നു. അപ്പോൾ അതാണ് ഞാനിന്ന് ട്രൈ ചെയ്യണത്. പിന്നെ വീഡിയോയിലേക്ക് പോണതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരും. വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. മഞ്ഞളിട്ട് നല്ലോണം കഴുകിയെടുത്തേക്കണതാണ്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം നല്ലോണം ഒന്ന് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം നല്ലോണം യോജിച്ച് കിട്ടണം. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. 1 കപ്പോളം ഉണ്ട്, അതായത് ഒരു 40-45 വരെ ഉണ്ട്. 3 സവാള, 4 പച്ചമുളക്, വെളുത്തുള്ളി. ഇത് അരിയൊന്നും വേണ്ട, ഇതേപോലെ തന്നെ കേട്ടോ ഇടണത്. ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി 2 തക്കാളി, ഇത് നീളത്തിൽ അരിഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില, പിന്നെ തേങ്ങാക്കൊത്തിനായിട്ട് തേങ്ങയും. അപ്പോൾ നമുക്കിനി ഇതെല്ലാം അരിഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള, ഇഞ്ചി, പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്, തക്കാളി, ചെറിയുള്ളി, തേങ്ങാക്കൊത്ത്. ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വച്ചേക്കണ സവാള ചേർത്ത് കൊടുക്കാം. സവാള നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കണം. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കണ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്നായി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചേക്കണ ഇഞ്ചി, വെളുത്തുള്ളി അതേപടി തന്നെ ആയിട്ട് ചേർക്കണേ. 2 കീറി എടുത്തേക്കണ പച്ചമുളകും ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ കാശ്മീരി മുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു സൈഡിലേക്ക് ഇത് നീക്കി കൊടുത്ത് നമ്മൾ ആ മസാലപ്പൊടികളെല്ലാം ചേർക്കുക. ഇത് നമുക്ക് സ്ലോ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടേക്കണത്. പൊടികളൊന്നും കരിഞ്ഞു പോകരുത്. ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം.
നല്ലോണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അതൊന്ന് പതിയെ ഉടയാതെ യോജിപ്പിച്ചെടുക്കാം. നല്ലോണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഇറങ്ങി ഇത് നല്ലോണം വേവണം. വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞെടുത്ത തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് ഇവിടെ ഇരുന്ന് നല്ലോണം വേവട്ടെ. ആ സമയത്ത് നമുക്ക് ഗരം മസാല റെഡിയാക്കാം. അപ്പം അതിനായിട്ട് ഞാൻ എടുത്തേക്കണത് 2 തക്കോലം, 2 ഏലക്ക, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പട്ട, ഒരു 7 ഗ്രാമ്പൂ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. ഈ ചിക്കനിലേക്ക് ഈ പൊടിച്ച് വെച്ചേക്കണ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിവിടെ ഇരുന്ന് നല്ലോണം എണ്ണ തെളിയണം. ഗരം മസാലയും കൂടി ചേർത്ത് കഴിയുമ്പോഴേക്കും ഷെഫ് പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു അസാധ്യ മണമാണ്. കറിയിൽ നല്ലോണം എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ചേരം ഇരുന്ന് കഴിയുമ്പോഴാണ് ആ കഷ്ണങ്ങളിലേക്ക് ആ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഞാനപ്പോൾ ഒരു മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂട് ചോറിൻ്റെ കൂടി ഈ ചിക്കൻ കറി കൂടി കഴിക്കാൻ അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ.